നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഏവർക്കും കൽദായ മീഡിയയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഞാൻ ക്രിസ്ലിൻഡോ. പ്രധാന വാർത്തകൾ. മോർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത പ്രധാനമന്ത്രിയോടൊപ്പം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സുവിശേഷ സംഘത്തിൻ്റെ 51ാം വാർഷിക യോഗം അഭിവന്ദ്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എക്യുമെനിക്കൽ ഗ്രൂപ്പിൻ്റെ ക്രിസ്മസ് ആഘോഷം മർത്തമറിയം വെലിവള്ളിയിൽ വെച്ച് സംഘടിപ്പിച്ചു. കാൽഡിയൻ സിറിയൻ മഹിളാ സമാജം 89ാം വാർഷികം ആഘോഷിച്ചു. സഭയുടെ വിവിധ ഇടവകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മോർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം ദില്ലിയിൽ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ്റെ വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുത്തു. കൽദായ സുറിയാനി സഭയിലെ ഇക്കഴിഞ്ഞ വർഷം സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ വിശിഷ്ട വ്യക്തികൾ, ഡോക്ടർമാർ, ഡോക്ടറേറ്റ് നേടിയവർ, ഗവേഷണ വിദ്യാർത്ഥികൾ, ബിരുദാനന്തര റാങ്ക് ജേതാക്കളെയും മറ്റും 2022-25 വർഷത്തെ 10ാം സഭാ കൗൺസിലിൽ യോഗത്തിൽ സഭയായി ആദരിച്ചു. മോർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയിൽ നിന്നും റവറൻഡ് ഫാദർ മോഹൻ കൂനിക്കര, ഡോക്ടർ വിൽസൺ നെൽസൺ അയ്യന്തോൾ, ഡോക്ടർ പ്രവീൺ രാജൻ മണ്ണുത്തി, ഡോക്ടർ മിനി കരിയപ്പ എരിഞ്ഞേരി, ഡോക്ടർ ദീപ റോസ് താലോകാരൻ, ഡോക്ടർ നേഹ ബാബു തെക്കേതല, കുമാരി ജെന്നി ജെ ചാക്കോള, അഡ്വക്കേറ്റ് സാന്ദ്ര പി ടി കാങ്ങപ്പാടൻ, കുമാരി ഏഞ്ചൽ മരിയ ബാബു നല്ലങ്കര ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, വൈസ് ചെയർമാൻ ലിയോൺ എ കാങ്ങപ്പാടൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ജേക്കബ് ബേബി ഒലക്കിങ്കൽ, AM ആന്റണി, ജിം റീവ്സ് സോളമൻ, ജോസ് താഴ്ത്ത, ആൻസൺ കെ ഡേവിഡ്, AV ഷാജു എന്നിവർ സന്നിധരായിരുന്നു. ഡോക്ടർ മിനി കരിയപ്പ മറുപടി പ്രസംഗം നടത്തി. സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2024 ഡിസംബർ 18, 19, 20 എന്നീ തീയതികളിലായി ത്രിദിന ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മയും വിശുദ്ധ കുർബാനയും സെന്റ് അഭിമലക് തിമത്തിയോസ് ചാപ്പലിൽ വെച്ച് നടന്നു. 2024 ഡിസംബർ 20 മൂന്നാം ദിവസത്തിൽ സുവിശേഷ സംഘത്തിൻ്റെ 51ാം വാർഷിക യോഗം സംഘടിപ്പിച്ചു. അഭിവന്ദ്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത തിരുമേനി യോഗം ഉദ്ഘാടനം ചെയ്തു. അഭിവന്ദ്യ മാർ അപ്രേം മെത്രാപ്പോലീത്ത തിരുമേനി അനുഗ്രഹം പ്രഭാഷണം നടത്തി. ഫാദർ ജാക്സ് ചാണ്ടി കശീശ അധ്യക്ഷത വഹിച്ചു. ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണത്തി ആശംസകൾ അറിയിച്ചു. സുവിശേഷ സംഘം ഫാദർ മൈക്കിൾ വള്ളവന്തറ കശീശ, ട്രഷറർ ഫാദർ ഫ്രാൻസിസ് ചീരമ്പൻ കശീശ, കമ്മിറ്റി അംഗം ഫാദർ അബിൻ ബാബു അറങ്ങാശ്ശേരി കശീശ, ശംശാനീത്ത KV തങ്കമ്മ, ആനി ജോസ് എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങൾ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി. ഉപവാസ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും വാർഷിക യോഗത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തൃശൂർ എക്യുമെനിക്കൽ ഗ്രൂപ്പിൻ്റെ ക്രിസ്മസ് ആഘോഷം 2024 ഡിസംബർ 22 മർത്തമറിയം വെലിവള്ളിയിൽ വെച്ച് സംഘടിപ്പിച്ചു. അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അഭിവന്ദ്യ മാർ ഓഗൻ കുര്യാക്കോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലിമിസ് ക്രിസ്മസ് കേക്ക് മുറിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ കാൽഡിയൻ സിറിയൻ മഹിളാ സമാജം 89ാം വാർഷികം സമാജത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് പത്മശ്രീ വസ്ക്യാമ ഡോക്ടർ ഡോറത്തി ചാക്കോയുടെ 32ാം ചരമവാർഷിക ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ കിഴക്കേക്കോട്ട തോട്ടാൻപേട്ട ബെദാനിയ ആശ്രമത്തിൽ വിപുലമായി ആചരിച്ചു. മോർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷൻ കൗൺസിലർ ലീല വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൽദായ സുറിയാനി സഭ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, കോർപ്പറേഷൻ കൗൺസിലർ സഭാംഗം കൂടിയായ ഷീബ ബാബു, ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് മാനേജർ ജോസഫ് മാത്യു, സമാജം പ്രസിഡന്റ് ബേബി ആന്റണി, ജനറൽ സെക്രട്ടറി മേരി പോൾ, ട്രഷറർ വിയറ്റ് ആൻഡോ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഇടവക യൂണിറ്റുകളിൽ നിന്നും വനിതാ സംവരകരുടെ സെയിൽസ് കം ഗെറ്റ് ടുഗെദർ, വിവിധ എക്സിബിഷൻ, സൗജന്യ അലോപ്പതി ഹോമിയോ ആയുർവേദ ക്യാമ്പുകൾ, സമാജ പ്രവർത്തകരുടെ കലാപരിപാടികൾ, ഗാനമേള എന്നിവ അരങ്ങേറി. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ
നടത്തുന്ന കനിവ് ഭവന പദ്ധതി നിർമ്മാണ ഫണ്ടിലേക്ക് പറവട്ടാനി മാർ അദ്ദായ് സ്ലീഹ പള്ളി മെൻസ് അസോസിയേഷൻ നൽകുന്ന സംഭാവന വികാരിയും പ്രസിഡന്റുമായ റവറന്റ് റൂണോ വർഗീസ് കശീഷ ജനറൽ സെക്രട്ടറി അബി ജെ പൊന്മാണിശ്ശേരിക്ക് കൈമാറി. ഡിസംബർ 22 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരുന്നു ചടങ്ങ്. സഹവികാരി റവറന്റ് തിമോത്തിയോസ് ജോയ്, സെക്രട്ടറി OT ഫ്രാൻസി, ജോയിന്റ് സെക്രട്ടറി പോൾ മണ്ണത്തി, ട്രഷറർ ഡേവിസ് ചാണ്ടി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളി ക്രിസ്മസ് രാവ് 2024 ആഘോഷങ്ങളിൽ ഡിസംബർ 24 രാത്രി 9:30 മുതൽ ആരംഭിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് ഗാനങ്ങളും വേദഭാഗ വായനയും ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ജനന തിരുനാൾ ആസ്പദമാക്കി സൺഡേ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച സ്റ്റിക്ക് ഡാൻസ്, പാപ്പ ഡാൻസ് എന്നിവയും ഇടവക ക്വയറിന്റെ നേതൃത്വത്തിൽ കരോൾ സർവീസും ഉണ്ടായിരുന്നു. 11:30 തീച്ചൂലി കത്തിക്കലും തുടർന്ന് വിശുദ്ധ ജനന തിരുനാൾ കുർബാനയും ഉണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് താലോക്കാരൻ അച്ഛനും സഹവികാരി ഫാദർ സിൻഡോ ജോസ് അച്ഛനും നേതൃത്വം നൽകി. ഡീക്കൻ ഡെന്നി തൈക്കാടൻ സന്നിധനായിരുന്നു. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന നെല്ലിക്കുന്ന് മാർ തിമത്തിയോസ് പള്ളിയിൽ ഈ വർഷത്തെ ക്രിസ്മസ് ഭംഗിയായി ആഘോഷിച്ചു. ഇടവക യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ വിവിധ യൂണിറ്റുകൾ ഭവനങ്ങളിൽ കരോൾ ഗാനങ്ങൾ ആലപിച്ചു. വികാരിയുടെ നേതൃത്വത്തിൽ ഭക്തസംഘടനാ അംഗങ്ങളും ഇടവക വിശ്വാസികളും ഇതിൽ പങ്കുചേർന്നു. യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ മുൻവശത്തായി ഒരു വലിയ ക്രിസ്മസ് ട്രീയും ഒരുക്കിയിരുന്നു. ക്രിസ്മസ് തലേന്ന് വൈകിട്ട് ഇടവക ക്വയറിന്റെ കരോൾ ഗാനങ്ങളും സൺഡേ സ്കൂൾ സംഘടിപ്പിച്ച കുട്ടികളുടെ സ്കിറ്റും ഉണ്ടായിരുന്നു. ക്രിസ്മസ് വിഷയമായി ഒരു ക്വിസ് മത്സരവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. ഇടവക വിമൻ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. നമ്മുടെ സഭയുടെ തനതായ തീച്ചൂലി കത്തിക്കൽ വികാരി ഫാദർ ജാക്സ് ചാണ്ടി കശീശ നിർവഹിച്ചു. ജനന തിരുനാൾ വിശുദ്ധ കുർബാനയിൽ ശേഷം ക്രിസ്മസ് കേക്ക് മുറിച്ചു. ഇടവക കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഭക്തി സംഘടന ഭാരവാഹികളും ധാരാളം വിശ്വാസികളും പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചാലക്കുടി മർത്തമറിയം പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വൈദികരുടെ നേതൃത്വത്തിൽ ഡിസംബർ 21, 22 എന്നീ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കരോൾ സർവീസിൽ ഡോക്ടർ ജ്യോതി ജോയ്, സീന അബി, സിയ അബി എന്നിവർ കരോൾ ഗാനങ്ങൾ നേതൃത്വം നൽകി. ആൻ ജോൺസൺ, നിയ അബി, അബീന മനോജ് എന്നീ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ക്രിസ്മസ് കാർഡുകൾ ഭവനങ്ങളിൽ വിതരണം ചെയ്തു. ക്രിസ്മസിന്റെ ഭാഗമായി ഡിസംബർ 24 രാത്രി റവറൻ ഫാദർ നിപുൺ അരക്കൽ, ഡീക്കൻ ബാബു കെ വർഗീസ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ തീച്ചൂലി കത്തിക്കലും തുടർന്ന് വിശുദ്ധ കുർബാനയും അർപ്പിച്ചു. അതിനുശേഷം നോമ്പ് മുറിക്കലിന്റെ ഭാഗമായി സ്നേഹവിരുന്നും തുടർന്ന് സൈലന്റ് നൈറ്റും കരോൾ ഗാനങ്ങളും ആലപിച്ചു. ഇടവകയിലെ എല്ലാ വിശ്വാസികളും എല്ലാ പരിപാടികളും സന്നിധരായിരുന്നു. കോയമ്പത്തൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 2024 ഡിസംബർ 22 ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും ക്രിസ്മസ് കരോൾ നടത്തുകയുണ്ടായി. 2024 ഡിസംബർ 24 രാത്രി 10:30 വിവിധ കലാപരിപാടികളും രാത്രി 11:30 പ്രാർത്ഥനയും തീച്ചൂല കത്തിക്കലും ശുശ്രൂഷയും നടന്നു. തുടർന്ന് മുഖ്യ കാർമ്മികനായ വികാരി ഫാദർ എബിൻ ബാബു വിശുദ്ധ കുർബാന അർപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ജോൺസൺ ഇമ്മട്ടി ശമാശൻ സഹകാർമ്മികനായി പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കേക്കും ഇടവക വിശ്വാസികൾ ഭവനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പലഹാരങ്ങളും പങ്കുവച്ച് വിശ്വാസികൾ കൂട്ടായ്മ ആചരിച്ചു. നടത്തറ മാർ നർസായി പള്ളി മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ജാതിമതഭേദമന്യേ 20ഓളം ഭവനങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാനായി ക്രിസ്മസ് കിറ്റുകൾ തയ്യാറാക്കി. ഡിസംബർ 22 ഞായർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി റവറൻ ഫാദർ തിമത്തി ബ്രഹ്മകുളം, റവറന്റ് ഡീക്കൻ സനു സൈമൺ, സെക്രട്ടറി മിസസ് ഷെൽവി സൈമൺ, ബത്ക്യാമ അസിസ്റ്റന്റ് സെക്രട്ടറി മിസസ് ഷീബ ബാബു, ട്രഷറർ മിസസ് മിനി ജോയ്, കമ്മിറ്റി അംഗങ്ങൾ ക്രിസ്മസ് കിറ്റുകൾ അർഹതപ്പെട്ടവർക്ക് കൈമാറി. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളി യൂത്ത് അസോസിയേഷന്റെയും മെൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കരോളിന്റെ സമാപന ദിവസം വലിയ അരമനയിലെ അഭിവന്ദ്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയും അഭിവന്ദ്യ മാർ അപ്രീം മെത്രാപ്പോലിത്തയും ഇടവക കരോൾ സന്ദർശിച്ച് ഗാനങ്ങൾ ആലപിച്ചു. ഇടവക വികാരി ഫാദർ ഡേവിസ് താലോക്കാരൻ അച്ഛൻ്റെ ഭവനത്തിലും
സഹവികാരി ഫാദർ സിൻഡോ ജോസ് അച്ഛൻ്റെ ഭവനത്തിലും കരോൾ സംഘം സന്ദർശനം നടത്തി. ഏകദേശം 10 ദിവസത്തോളം ഇടവാംഗങ്ങളുടെ ഭവനങ്ങളിൽ ചെന്ന് ഗാനങ്ങൾ ആലപിച്ച കരോൾ സംഘത്തെ ഇടവക വികാരിയും സഹവികാരിയും അഭിനന്ദിച്ചു. ചേലക്കൂട്ടുകര മാർ എപ്രീം പള്ളി ഇടവാംഗങ്ങൾ 4 ദിവസങ്ങളായി ക്രിസ്മസ് കരോൾ സർവീസ് സംഘടിപ്പിച്ചു. ക്രിസ്മസ് കരോൾ സംഘം മെത്രാപ്പോലിത്തൻ അരമനയിൽ അഭിവന്ദ്യ മെത്രോപോലിത്തന്മാരെ സന്ദർശിച്ച് ഗാനങ്ങൾ ആലപിക്കുകയും ക്രിസ്തുമസിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. പറവട്ടാനി മാർ അദായ് സ്ലീഹ പള്ളി വിമൻസ് യൂത്ത് അസോസിയേഷനും ബാലജന സഖ്യവും സംയുക്തമായി ലോകരക്ഷകൻ ഈശോ മിശിഹായുടെ ജനന തിരുനാളിന്റെ സന്തോഷം പങ്കിടുവാൻ പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോം സന്ദർശിച്ചു. സഹവികാരി റവറൻ തിമത്യോസ് ജോയ് കശിശിയുടെ പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു. മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് സന്ദേശം നൽകി. മാർ അദായ് സ്ലീഹ ബാലജന സഖ്യ അംഗങ്ങളും മേഴ്സി ഹോമിന്റെ അന്തേവാസികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിമൻസ് യൂത്ത് സെക്രട്ടറി ഷിൻസി നിയോ, ബാലജന സഖ്യ സഹകാരി ലിറ്റി സൈമൺ, പ്രസിഡന്റ് ബിയോൺ ബിജു, സെക്രട്ടറി നന്ദന ഷാൻറ്റോ, ജോയിന്റ് സെക്രട്ടറി നാനസ് ഡോൺ, സേവന വിഭാഗം കൺവീനർ ആരോൺ സൈമൺ ടിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് MTHS ചേലക്കൂട്ടുകര ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നന്ദി കുറിച്ചു. മാർ തിമത്യോസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബെൻസി മാത്യു സ്വാഗതം പറയുകയും PTA പ്രസിഡന്റ് ശ്രീമതി അഖില VA അധ്യക്ഷത വഹിക്കുകയും ചെയർമാൻ ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ശ്രീ രാജൻ ജോസ് മണ്ണുത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അധ്യാപക അനധ്യാപകരിൽ നിന്നും ലക്കി ഡ്രോ വിജയികളെ തെരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ നൽകി. കുരിയച്ചിറ മാർ മാറി സ്ലീഹ പള്ളി വികാരി ഫാദർ ഡെന്നി ജോൺ താലോക്കാരൻ ക്രിസ്മസ് സന്ദേശം നൽകി. MTLP ഹെഡ് മിസ്ട്രസ് ശ്രീമതി പ്രിൻസി ഐസക് ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി മരിയ സൈമൺ C നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തി. തുടർന്ന് കേക്ക് വിതരണവും നടത്തി. ഉച്ചഭക്ഷണത്തോടുകൂടി ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളി വികാരി അച്ഛൻ്റെയും സഹവികാരി അച്ഛൻ്റെയും ജന്മദിനം പാരിഷ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. ധാരാളം ഇടവക ജനങ്ങൾ ചടങ്ങുകളിൽ സംബന്ധിച്ച് അച്ഛന്മാർക്ക് ആശംസകൾ അർപ്പിച്ചു. ഡിസംബർ 23 ഫാദർ സിൻഡോ ജോസിൻ്റെയും ഡിസംബർ 25 ഫാദർ ഡേവിസ് താലോക്കാരൻ്റെയും ജന്മദിനങ്ങൾ ആയിരുന്നു. നടത്തറ മാർ നർസറായി പള്ളിയുടെ കീഴിൽ കാച്ചേരി MT നഗറിൽ ആണി കമ്പനിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന കുരിശുതറയിൽ പുതുവരസലത്തിനോടനുബന്ധിച്ച് ജനുവരി 1 തീയതി രാവിലെ 7 മണിക്ക് അഭിവന്ദ്യമാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. എല്ലാ സഭാവിശ്വാസികളെയും ഈ പുതുവത്സര വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.